ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ. ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ. ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. ഒന്ന് കണ്ടോളാം. സൺഡേ മാത്രം വർക്കിംഗ് ഡേ. ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ. ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. ഒന്നുകൂടി ചെയ്യാല്ലേ? ഹലോ, ബ്രോ, ഞാൻ പുതിയ വർക്കിലാണ്. ഇത് പൊളി സാധനമാണ്. വൈകുന്നേരം റിലീസ് ചെയ്യും. അത് ഞാൻ കണ്ട്. അതെ, അവന് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടിട്ടുള്ള കുരുവാണ്. ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് പൊളിച്ചേരാവണ, ഒന്ന് വൈറലാകട്ടെ. നമ്മുടെ വീഡിയോന്റെ അടിയിൽ മാത്രമേ വന്ന് തോന്നുള്ളൂ. കൊടുത്തേക്ക്. അതെ, നീ പുതിയത് ഏതാ ചെയ്യണ? അത് നല്ലതാണ്. ഞാൻ വിളിക്കാം. അച്ഛൻ സീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വിളിക്കാം കേട്ടാ. എന്താണ് നിന്നോട് റേഷൻ കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നേരെ എത്ര? എന്ത്? എടാ, റേഷൻ കടയിൽ പോയിട്ട് അരി മണ്ണെണ്ണ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. എന്നോടാ? പിന്നെ ഞാൻ ആരോട് പറയണം? അച്ഛ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു TTA ആണ് ഞാൻ. എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറഞ്ഞ അച്ഛനെ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ടിക്ടോക്ക് ആർട്ടിസ്റ്റ് കാരിക്കുട്ടൻ. ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയുന്ന ഒരു പേരാണ്. ഇല്ല അച്ഛൻ. എടാ, ഞാൻ പിന്നെ എന്താ വേണ്ടത്? നിനക്ക് വേണ്ടിയിട്ട് റേഷൻ കടയിൽ പോയിട്ട് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വെച്ച് വിളമ്പി തരണം നിനക്ക്. അത് ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുഴപ്പമൊന്നും അച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ? അച്ഛനൊന്നും നിങ്ങളുടെ മൂളിത്ത ഐശ്വര്യ റായിനെ വരണ പെൺകുട്ടികളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരും. വേലക്കാരത്തിയെ കൂടെ കൊണ്ടുവന്നിട്ട് അവർക്കും കൂടെ ഞാൻ ശമ്പളം കൊടുക്കണം. വേലക്കാരത്തിയാ? അച്ഛന്റെ മരുമോളായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരുമോളോ? മരുമോളെ കൊണ്ടുവരാൻ പറ്റിയൊരു കോലം. എന്തേ കോലത്തിന് ഒരു കുഴപ്പം? ആദ്യം പോയിട്ട് ഒരു 10 ഉറുപ്പിക ഈ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് കല്യാണം പറ്റി ആലോചിക്കും. അല്ലാതെ നീ വരുത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടെ ഞാൻ ചെലവ് കൊടുക്കേണ്ടി വരില്ലേ? അച്ഛൻ ഇപ്പോഴും എന്റെ വില മനസ്സിലാക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കണ. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ ഈ റേഷൻ കാർഡായിട്ട് റേഷൻ കടയിൽ ചെന്ന് അവിടെ ആള് കൂടും, ലാത്തി ചാർജ് നടക്കും. സാമൂഹ്യ അകലം പാലിക്കേണ്ട സമയമാണിത്. എന്തോരം സിനിമാക്കാരെന്നെ വിളിക്കേണ്ടതെന്ന് അറിയാമോ? വിളിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ലല്ലോ. അത് 3 പടം എന്റെ കയ്യിൽ വന്നപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എവിടെ നിൽക്കണ്ടേന്നറിയോ? നീ എവിടെ നിൽക്കണം? നീ ആരാവും സിനിമയില്? മമ്മൂട്ടിയോ? എന്റെ ബോൺ ടാലന്റ് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ എവിടെ കിടക്കണത്, മമ്മൂട്ടി എവിടെ കിടക്കണത്? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ നിന്ന് കഥ പറയാതെ പോയി അരി മേടിക്കാൻ നോക്ക്. എനിക്ക് ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ നെറ്റ് ചാർജ് ചെയ്ത്. ആ പൈസക്ക് മുഴുവൻ നെറ്റ് ചാർജ് ചെയ്തോ? എനിക്കും എന്റെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കണ്ടേ? അച്ഛനെന്താ എന്റെ ടെൻഷൻ മനസ്സിലാക്കാത്തത്? സാധനത്തിന് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാനും അത് തന്നെ. ഒന്നി കലാബോധം ഇല്ലാത്ത ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നാണ്. പാലടിച്ചത് എന്താ കാര്യം? കാര്യം ഞാനവന്റെ അച്ഛനാ. മര്യാദയ്ക്ക് സംസാരിക്കണോ? ശരി, നിങ്ങളെ കാര്യം ഇല്ല, കാണാറില്ല. ഹോട്ടലാ വഴി? സോറി.
എന്താ ഇത് നമ്മുടെ ഫ്രണ്ടാണ്. എടാ എന്താണ് നിനക്ക് ഇവിടെ കാര്യം? എടാ നീ എന്റെ വീഡിയോയിൽ ചൊറിയാതിരിക്കണതിനാടാ. നീ ക്രൈം കൊണ്ട് സംസാരിക്കരുത്. നീ മാറിക്കോ. നീ ഇടപെടരുത്. എടാ നിനക്കൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാടാ. എടാ ടിക്ടോക്കിൽ ഞാൻ കിങ്ങടാ. നിന്റെ എന്ത് ടിക്ടോക്കിന്റെ മോന്ത കണ്ടാ നീ പോടാ. നീ എന്താണ് ടിക്ടോക്ക് നിരോധിച്ചത് സർക്കാരായി. സമാധാനം പോടാ. പറഞ്ഞാ കേക്കട്ടെ, ഞാൻ എത്ര പറഞ്ഞു നോക്കിയത് ഒരു കാര്യം. 100 പേരെ കൂടി കണ്ടേച്ചെങ്കിൽ എനിക്ക് പൈസ വരാൻ തുടങ്ങി. ഈ ബുദ്ധിയില്ലാത്ത സാധനത്തിനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയില്ല. ടിക്ടോക്ക് പോയില്ല. ടിക്ടോക്ക് അത് പോട്ടളിയാ. ഇപ്പൊ ടിക്ടോക്ക് നിരോധിച്ചാൽ വേറെ 50 ആപ്പ് വരും. അത് വേണ്ടത് നമുക്ക് കേട്ടാം. ഞാനിങ്ങനെ സഹിക്കാനാണ്. ഞാൻ ചെയ്ത വീഡിയോസ്, എന്റെ ഫാൻസ്, എന്റെ പെർഫോമൻസ്, ഞാൻ ഉണ്ടാക്കിയ മൈലേജ് എല്ലാം പോയില്ല. ഇതിനൊക്കെ അങ്ങോട്ട് തല്ലി കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ പോണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ടാവും. അച്ഛനെ ഗൗരവം മനസ്സിലാവുന്നില്ല. ഒന്നാമത് ഇവര് ചെയ്തത് എടുത്തല്ലേ. ഇരു രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാലത്തേക്ക് ആപ്പ് നിരോധിക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.